ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരുന്നു. അപ്പോൾ മോസസിന് എബ്രാഹത്തിനും അതുപോലെ തന്നെ നോഹിനും ദൈവം ഉടമ്പടി കൊടുത്തു. മോസസിൻ്റെ കാലം വന്നപ്പോൾ ദൈവം അത് എഴുതി കൊടുത്ത്. ഉടമ്പടിയുടെ കാലം ഒന്ന് വാചിക ഒന്ന് ഓറൽ ട്രഡീഷനായിരുന്നു ആദ്യം. നോഹിനും എബ്രാഹത്തിനും പറഞ്ഞാൽ കൊടുത്തു, വാക്കാൽ പറഞ്ഞതാ. കാര്യം അവിടെ അസൈൻമെൻറ്റ് ചെറുതായിരുന്നു. കാര്യം വാഗ്ദാന നാട്ടിൽ അതിലില്ല. ദൈവം ഒരു സ്ഥലം അവർക്ക് വേണ്ടി ചൂണ്ടിക്കാണിച്ചു, സത്യദൈവത്തെ ആരാധിക്കാൻ. എബ്രാഹത്തിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു, ദൈവം കുഞ്ഞിനെയും കൊടുത്തു. അത് അത്രയും മാത്രമേ അതിൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ലക്ഷ്യങ്ങൾ അത്രയും ഗ്രാവിറ്റി ഉള്ളതല്ലായിരുന്നു. ഒരു സ്ഥലവും ഒരു കൊച്ചുമായിരുന്നു അതിൻ്റെ അകത്തുള്ളത്. പിന്നെ സന്തതി പരമ്പരകൾക്ക് ആ സ്ഥലം അവകാശപ്പെടുത്തുകയും. പക്ഷെ മോസസിൻ്റെ കാര്യം വന്നപ്പോൾ നേടിയെടുക്കാനുള്ള വിഷയം കുറച്ചുകൂടി ഗൗരവമായി. എന്നാ കാര്യം, എബ്രാഹവും മകനും എബ്രാഹിം മാത്രമല്ലേ ഉള്ളത്. 6 ലക്ഷം മനുഷ്യരായി. എബ്രാഹിം സന്തതി ജനങ്ങളെ പെരുകി 6 ലക്ഷമായി. 6 ലക്ഷമായിട്ട് ഇവർക്ക് കടക്കേണ്ടി വരുന്ന അസൈൻമെൻറ്റുകൾ, നേടേണ്ട ലക്ഷ്യങ്ങൾ മുമ്പത്തേക്കാളും മനുഷ്യന് സാധിക്കാൻ പറ്റാത്ത വിഷയമായി. എന്തൊക്കെയാണ് വരേണ്ടത്? അവർക്ക് ജെറിക്കോ കോട്ട തകർക്കണം. അത് ഇവരെക്കാൾ 10 മടങ്ങ് പ്രബലന്മാരാണ്. അപ്പോൾ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. ജെറിക്കോയെ പ്രതിരോധിക്കാൻ സാധിക്കത്തില്ല. ഇനി ജെറിക്കോയെ പ്രതിരോധിച്ച് ഇവർ മുന്നോട്ട് പോയാൽ തന്നെയും യെബൂസ്യര്, ഫിലിസ്റ്റീൻസ്, കനാനേഴ്സ്, സാമരിറ്റൻസ്, അങ്ങനെ കുറേ കാട്ടുവർഗ്ഗങ്ങൾ അതുമായിട്ട് അടിക്കേണ്ടി വരും. ജോർദാൻ നീന്തേണ്ടി വരും. നീന്തണത് ഭയങ്കര ബലഹീനതയുള്ള പരിപാടിയാണ്. കാര്യം എന്താ, അവർക്ക് അപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ ഇവരെ വെള്ളത്തിനിട്ട് വെട്ടിക്കൊല്ലാൻ പറ്റും. അപ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. അപ്പം നടക്കാത്ത കാര്യമായതുകൊണ്ട് ഇവരൊരു തീരുമാനമെടുക്കും. എന്താ, നമുക്ക് തിരിച്ച് ഈജിപ്തിലോട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ മോസസ് പറഞ്ഞത് ആത്മഹത്യാപരമാണ്. നമ്മൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചിട്ട് വീണ്ടും പോയി അടിമത്തത്തിന് വീണ്ടും ചെന്ന് പട്ടാങ്ങി പറഞ്ഞ് കഞ്ഞിക്കുടിക്ക് വേണ്ടി നമ്മുടെ ആത്മാഭിമാനം വിൽക്കണത് ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. പറ്റത്തില്ല എന്ന് മോസസ് പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങളെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതും വലിയ കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുകയാണ്. ഇനി അപ്പുറത്ത് എത്തിയാൽ തന്നെ അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭാവി ആശങ്കാജനകവുമാണ്, പ്രത്യാശയില്ലാത്തതുമാണ്. അതേസമയം തന്നെ ഭൂതം ആത്മഹത്യാപരമാണ്. ഇതിങ്ങനെ നടുക്ക് നിന്ന് മെഴുക് നട്ടം തിരിയണ ഒരു സമയത്താണ് ദൈവം പറയണത്, പോംവഴിയുണ്ട്, ഐ വിൽ കം വിത്ത് യു ഇൻ പേഴ്സൺ എന്ന് പറയും. ഞാൻ നിങ്ങളുടെ കൂടെ വരാം. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം. നിങ്ങളെ വലിയ സാക്ഷ്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഉടമ്പടിയുടെ ഏറ്റവും വലിയ സാക്ഷ്യം എന്താ? ദൈവത്തിൻ്റെ വ്യക്തിപരമായ സാന്നിധ്യമാണ്. അതറിഞ്ഞ് വേണം ഉടമ്പടിയിൽ. അതാണ് ഈ ഉടമ്പടിക്ക് കുറേ വിദ്യാഭ്യാസം വേണം. ശരിക്കും ഉടമ്പടിയുടേതായിട്ടുള്ള കുറേ വിദ്യാഭ്യാസങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങളവർക്ക് ഇത് ക്യാൻസർ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കും. അതില്ല. ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയണത്, വാഗ്ദാനമെന്ന് പറയണത്, ആത്യന്തിക വാഗ്ദാനം, അൾട്ടിമേറ്റ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടങ്ങളുണ്ട് ഇവിടെ. എന്താ കാര്യത്തിൽ ഒരു ദിവസം 600 പേരൊക്കെയാണ് ഉടമ്പടി ചെയ്യണത്. അവിടെ ഇവിടെ വന്ന മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളെല്ലാം കൂടി വരുമ്പോൾ ഈ 15 കൗൺസിലേഴ്സും ഉണ്ട്. ഇവരെല്ലാം കൂട്ടം കൂട്ടിരിക്കുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയിൽ ഇത്രയും ആൾക്കാരെ വന്നാൽ അതിൻ്റെ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധയോടുകൂടി ധ്യാനിച്ച് നമ്മളൊരു തീരുമാനം എടുക്കണം. ഉടമ്പടി ഒരു തീരുമാനമാണേ. അല്ലാതെ എഴുതിയിട്ട് ഇങ്ങനെ ഉപകാരസ്മരണ അതുപോലെ തന്നെ അപേക്ഷക്ക് അതുപോലെ പെട്ടിയിടണമല്ല. ദൈവവുമായിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റിൽ എത്തുകയാണ്. ഇന്ന പാപങ്ങൾ നമ്മൾ വിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനം എടുക്കുക. അപ്പോൾ ദൈവതിരുസന്നിധി വിശുദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുമ്പോഴേ ദൈവം നമ്മളെ ശക്തീകരിക്കുകയാണ്. പിന്നെ രാത്രിയും പകലും ഊണിനും ഉറക്കത്തിലും നമ്മൾ ആ ഉടമ്പടി ഓർമ്മയിലാണ് ജീവിക്കണത്.
നമ്മൾ പ്രവർത്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ചേട്ടായി സാക്ഷ്യം പറഞ്ഞില്ലേ, എന്താ അദ്ദേഹം പത്രം വാങ്ങിച്ച് ഈശോനെ അറിയിക്കാൻ വേണ്ടി ജില്ല വിട്ട് പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ അദ്ദേഹം ബൈപ്പേഴ്സിന് ഓരോ കുടുംബങ്ങളിൽ വിതരണം ചെയ്യുകയാണ്. വിതരണം ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്താണ്? കർത്താവിനെ അറിയാത്തവരെല്ലാം കർത്താവിനെ അറിയാൻ ഇടയാക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഏകരക്ഷകനായ അങ്ങയെ അറിയാത്ത മക്കള് അറിഞ്ഞ് ആത്മരക്ഷ പ്രാപിക്കുവാൻ ഞങ്ങളെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേ. ഹല്ലേലൂയ. അങ്ങേ കൂടുതലായിട്ടറിഞ്ഞ് കർത്താവെ ആത്മരക്ഷ പ്രാപിക്കത്തക്ക തരത്തിൽ കർത്താവെ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ആത്മരക്ഷ പ്രാപിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റുവാൻ അവിടുത്തെ കരുണ ചൊരിയണമേ കർത്താവെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളടിച്ച് സന്തോഷത്തോടുകൂടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളിൽ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളിൽ സാക്ഷികളാകും. ഉച്ചത്തിൽ പാടാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. പുറപ്പാട് 33:14. ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് പ്രോമിസാണ്, ആത്യന്തിക വാഗ്ദാനം. കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഇതാണ് പ്രോമിസ്. അതാണ് ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ മോള് പറഞ്ഞില്ലേ, INC-യുടെ അക്രഡിഷൻ വേണമെന്ന് ഹൈക്കോടതി വിധിച്ചില്ലേ. കഴിഞ്ഞ 3 കൊല്ലം മുമ്പായി ഈ വിഷയം ഉണ്ടായത്. ഒത്തിരി പേര് വന്ന് അകപ്പെട്ടു പോയൊരു കേസാണത്. 3 കൊല്ലം മുമ്പ് കർണാടകയിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും, എല്ലാ യൂണിവേഴ്സിറ്റി നഴ്സിംഗ് കോളേജിനെല്ലാം INC-യുടെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അക്രഡിഷൻ വേണമെന്ന് തീരുമാനമുണ്ടായി. അപ്പോൾ ഒത്തിരി പേര് പഠിത്തം നിർത്തി പോകുന്ന, അക്രഡിഷൻ ഇല്ലാഞ്ഞ കോളേജിൽ പഠിച്ചവരെല്ലാം പഠിത്തം നിർത്തി പോകുന്നതായിരുന്നു. അപ്പോൾ ചിലർ വന്ന് എന്നോട് ചോദിച്ചു, പ്രാർത്ഥനയ്ക്ക് വന്ന് വെച്ചും ചോദിച്ചു, വച്ചാൽ ഞങ്ങൾ അക്രഡിഷൻ ഇല്ലാത്ത കോളേജിലാണ് പഠിക്കണത്, എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് തുടരണമെന്ന് ചോദിച്ചു. അതിനാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയണതേ. ഇപ്പോൾ കൗൺസിലിംഗ് വരുമ്പോൾ കർത്താവ് കറക്റ്റ് കാര്യം പറയും. ഇപ്പോൾ ഞാൻ അന്ന് മെസ്സേജ് എടുത്ത് എല്ലാവരോടും പറഞ്ഞു, മക്കൾ പോരരുത്, ഇത് തീരുമാനിക്കേണ്ടത് കർണാടക തന്നെയാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. എപ്പോഴായാലും വിധി നമുക്ക് അനുകൂലമാകും. പഠിത്തത്തെ എവിടെയാണ് നീ പഠിക്കണത് അവിടെ പഠിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇതാണ് ദൈവത്തിൻ്റെ കൂടെ കൂടിയുള്ളൊരു ഗുണവതാണ്. അപ്പോൾ പഠിച്ച് കുറേ പൈസ കൊടുത്ത് പഠിച്ചിട്ട് അക്രഡിഷൻ ഇല്ല എന്നും പറഞ്ഞ് ആ കോളേജ് ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാർക്ക് എന്തുമാത്രം കാശ് നഷ്ടപ്പെട്ടു, ഇയറും പോയില്ലേ. അവിടെ നിന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നത്. അവിടെ നിന്നവർ തന്നെയാണ് ഇപ്പം ഹൈക്കോടതി തീരുമാനിച്ച് അതാത് കർണാടകയുടെ യൂണിവേഴ്സിറ്റി തന്നെ തീരുമാനിച്ചാൽ മതിയെന്ന്, ഗവൺമെൻറ് തീരുമാനിച്ചാൽ മതിയെന്ന്. സുപ്രീം കോടതി വിധിയാണ് കേട്ടോ അത്. നേരത്തെ തീരുമാനിച്ച ഹൈക്കോടതിയായിരുന്നു, ഇപ്പോൾ സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു. കർണാടക നേഴ്സിംഗ് കോളേജിന് അനുകൂലമായ വിധി വന്നു. പക്ഷേ അതല്ല, കൗൺസിലിംഗ് ചെയ്തപ്പോൾ ഈശോ പറഞ്ഞു, നിൻ്റെ സർട്ടിഫിക്കറ്റ് 5 പൈസ കൊടുക്കാതെ നിനക്ക് തരും. ആര് തരും? അമ്മ തരും. കാര്യം എന്താ? എല്ലാ കോളേജും ഒക്കെ അമ്മയുടെ കീഴിലാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കണം അതൊക്കെ. ഏത് കോളേജായാലും ശരി, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ശരി,
ഏത് രാജ്യമായാലും ശരി. അതുകൊണ്ട് രാത്രിക്ക് രാത്രി നിയമങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടല്ലേ, രാത്രിക്ക് രാത്രി നിയമം ചേഞ്ച് ചെയ്യും. അതായത് അമ്മയെ ജനിപ്പിച്ചപ്പോൾ അൾട്ടിമേറ്റ് പവർ കൊടുത്താണ് അമ്മയെ ജനിപ്പിച്ചത്. ഏറ്റവും വലിയ കാഷ്വാലിറ്റി ഉണ്ടായാൽ അതിനെ വരെ കവർ ചെയ്തുകൊണ്ടുള്ള ശക്തി കൊടുത്തിരിക്കുകയാണ്. അമ്മയെ ജനിപ്പിച്ച അപ്പൻ എന്നാ പറഞ്ഞത്? നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അപ്പം പിശാചിന്റെ മേൽ അധികാരം പ്രാപിക്കാൻ വേണ്ടിയുള്ള ദൈവ സംവിധാനത്തിൻ്റെ പേരാണ് അമ്മ. കൈ അടിച്ച് കർത്താവ്. എൻ്റെ പേര് മെറിൻ തോമസ്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ 2024 ജൂലൈ 27 ഉടമ്പടി എടുത്തത്. എനിക്ക് അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് നന്ദി പറയാനാണ് ഞാൻ ഈ അൽത്താരയിൽ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായി സ്ഥലം മേടിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. 5 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് സ്വന്തമായി വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 10 ദിവസത്തിനകം ഞങ്ങൾ ഒരു സ്ഥലത്തിന് എഗ്രിമെൻറ്റ് വെച്ച് 5 സെൻറ്റ് സ്ഥലം എന്ന് ആഗ്രഹിച്ച ഞാൻ 6 സെൻറ്റ് സ്ഥലത്തിനാണ് ഞങ്ങൾ എഗ്രിമെൻറ്റ് വെച്ചത്. ലോൺ എടുത്ത് സ്ഥലം മേടിക്കാം എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ എഗ്രിമെൻറ്റ് വെച്ചത്. 6 മാസത്തേക്കായിരുന്നു. 5 മാസത്തോളം ആയിട്ടും ഞങ്ങൾക്ക് ലോൺ റെഡിയായില്ല. എൻ്റെ ഹസ്ബൻഡ് പോലീസിലാണ്. അപ്പോൾ എറണാകുളം സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുക്കണം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷേ ആലപ്പുഴ സൊസൈറ്റിയിൽ ഒരു 8-9 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് അടക്കണമായിരുന്നു. അത് അടക്കാൻ ഒരു നിർവാഹവും ഇല്ല, പൈസ ഞങ്ങൾക്കില്ല. ഞങ്ങൾ പലരിടത്തും ചോദിച്ചുവെങ്കിലും നമുക്ക് ആ ഒരു സമയത്ത് അത് ശരിയാക്കാൻ പറ്റിയില്ല. നമുക്ക് ഒത്തിരി വിഷമിച്ച്. അങ്ങനെ ഇരിക്കെ 5 മാസം ആയപ്പോൾ ഞങ്ങൾ 3 മാസത്തേക്കും കൂടെ എഗ്രിമെൻറ്റ് നീട്ടി. അങ്ങനെ കുറച്ച് എമൗണ്ടും കൂടെ പേ ചെയ്ത് 3 മാസത്തേക്കും കൂടെ കിട്ടി. അങ്ങനെ ഇരിക്കെ ഇത് അടച്ചാലല്ലേ പൈസ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ആദ്യം എഗ്രിമെൻറ്റ് ചെയ്ത പൈസയും രണ്ടാമത് എഗ്രിമെൻറ്റ് ചെയ്ത പൈസയും നഷ്ടമാവും. ആകെ സങ്കടമായി. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ച്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞായറാഴ്ച ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം എൻ്റെ മനസ്സിൽ ആരോ പറയുന്നത് പോലെ തോന്നി, അച്ഛനെ വന്ന് കണ്ടാൽ അത് ശരിയാവും, അച്ഛനെ വന്നൊന്ന് കാണുന്നു. ഞാൻ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ തന്നെ വന്ന് അച്ഛനെ കണ്ട് എഗ്രിമെൻറ്റ് പേപ്പറൊക്കെ കാണിച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ കാശ് രൂപം സ്ഥലത്ത് കൊണ്ട് സ്ഥാപിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കാശ് രൂപം സ്ഥലത്ത് കൊണ്ട് സ്ഥാപിച്ച് അമ്മയുടെ ഉടമസ്ഥതയിൽ ആക്കാൻ പറഞ്ഞിരുന്നു സ്ഥലം. അങ്ങനെ ഉടമസ്ഥതയിൽ സ്ഥാപിച്ച് ഉപ്പ് വിതറി ആ സ്ഥലം മുഴുവനും ഞങ്ങൾ ചുറ്റും നടന്ന് വിശ്വാസപ്രമാണം ചൊല്ലി തൈലം ഇട്ട് അതുകൂടാതെ ഉപ്പും വിതറി. ഞങ്ങൾ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ ഒരു രാത്രി 8 മണിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ ഈ ദേവാലയത്തിൽ വരും. ഞങ്ങൾ വന്ന് കൈ വിരിച്ച് പിടിച്ച് കൊന്തേലി പ്രാർത്ഥിക്കും. അമ്മ മാതാവേ, ഞങ്ങൾക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ദിവസം 17 ദിവസത്തിന് ശേഷം ഞങ്ങൾക്ക് ലോൺ പാസ്സായി. 27-ാം ദിവസം ഞങ്ങൾ ആ സ്ഥലത്തിന് പ്രമാണം ചെയ്യുകയും ചെയ്ത്. അടുത്തതായി പറയുന്നത് എൻ്റെ മോൻ്റെ കാര്യമാണ്. ഇവന് ഒരു വയസ്സ് കഴിഞ്ഞ് 1.5 വയസ്സായപ്പം ചെറുതായിട്ട് വിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് മൂത്ത കുട്ടിയുടെ പേര് ഇവ എന്നാണ്. ആ 2 വാക്ക് പോലും പറയാൻ ഇവൻ ഒത്തിരി വിഷമിച്ച്. ഇവ എന്ന വാക്കിന് ആ ഒരക്ഷരം ഈ എന്നൊരക്ഷരം പറയാൻ പോലും ഇവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും. അത് കാണുമ്പം ഞങ്ങൾക്ക് മാനസികമായിട്ട് വിഷമവും സങ്കടമൊക്കെ വന്നു. ഉടമ്പടിയിൽ ഞങ്ങൾ ആ വിഷയം നിയോഗമായി വെച്ചിരുന്നു. 1-ാമത്തെ പുതുക്കലിന് ശേഷം മാതാവിൻ്റെ തൈലം ഞങ്ങൾ കുരിശ് വരച്ച് വൈകിട്ട് പ്രാർത്ഥന കഴിയുമ്പം ഇവൻ്റെ നാക്കിൽ കുരിച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. 1-ാമത്തെ പുതുക്കലിന് ശേഷം അവൻ നന്നായി സംസാരിക്കുവാൻ തുടങ്ങി. അവൻ ഇതുവരെ പിന്നീട് എൻ്റെ ചെവിയിൽ ആ വിക്കുന്ന ഒരക്ഷരം അവൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതായിട്ട് പോലും ഞാൻ കേട്ടിട്ടില്ല. കൂടാതെ അവൻ്റെ കാലിൽ പത്തിയുടെ സൈഡിലായിട്ട് ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം അത് ഓപ്പറേഷൻ ചെയ്യണം, അത് ഇച്ചിരി കൂടെ അവൻ ഒരു 4-5 വയസ്സാകട്ടെ അപ്പം ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഞങ്ങൾ തൈലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ മുഴ എന്നേക്കുമായി മറഞ്ഞുപോയി. മാതാവ് അത് എടുത്തു കളഞ്ഞ് ആ മകൻ്റെ. കൂടാതെ അവന് നന്നായിട്ട് നടക്കുവാനും ഒക്കെ സാധിച്ചു.
ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ്. എന്നാലും ജോലിക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവനായി കഴിഞ്ഞ് എനിക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഇംഗ്ലീഷും മലയാളവും പഠിക്കാൻ പോയി. ഇംഗ്ലീഷിന് നല്ല സ്പീഡ് ഉണ്ടായിരുന്നെങ്കിലും മലയാളം എനിക്ക് ഒത്തിരി പാടായിരുന്നു. അപ്പോൾ എക്സാം ഹാളിൽ ചെന്നപ്പം സമയം കഴിഞ്ഞ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് മറച്ച് വെച്ചപ്പോൾ ഞാൻ തിരിച്ചെടുത്ത് പിന്നെ അടിച്ചപ്പം ഇങ്ങനെ അടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് എൻ്റെ പേപ്പർ അതിൻ്റെ നിന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ച്. പക്ഷേ അതിനു മുമ്പ് ഞാൻ അച്ഛനെ വന്ന് ഇവിടെ ഹോൾ ടിക്കറ്റുമായിട്ട് വന്ന് കണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എനിക്ക് കാശ് രൂപം തന്നിട്ടുണ്ടായിരുന്നു. ആ കാശ് രൂപം കൊന്തയിലിട്ടുകൊണ്ടായിരുന്നു ഞാൻ എക്സാമിൽ ചെന്നിരുന്നത്. കൂടാതെ ഉപ്പ് ഞാൻ ആരും അറിയാതെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ സൈഡിലോട്ടൊക്കെ വെതറിയിട്ടായിരുന്നു എക്സാമിനിരുന്നത്. അതെനിക്ക് നന്നായിട്ട് അതിൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് നല്ലതോടെ പാസ്സാകാൻ സാധിച്ചു. കൂടാതെ എനിക്ക് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. അതില്ലാത്ത മനുഷ്യർ ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏത് ചെറിയൊരു 1 രൂപയുടെ പോലും ബാധ്യതകൾ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ തലക്കുമിത ഉണ്ടാവും. എന്നാൽ അതെല്ലാം സഹിക്കാനുള്ളൊരു ശക്തി വേണം. അത് എൻ്റെ മാതാവ് എനിക്ക് നല്ല രീതിയിൽ തന്നു. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴും അത് നടന്നുകൊള്ളും എന്നുള്ളൊരു ആത്മവിശ്വാസം എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ മാതാവാണത്. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാനും ഹസ്ബൻഡും കൂടെ വീട്ടിൽ ഊണുണ്ടാക്കി എല്ലാവർക്കും എന്ന് പറഞ്ഞ് ഒരു 2 മണി കഴിയുമ്പോൾ ഞങ്ങളത് പൊതിഞ്ഞ് ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ 2 വീലറിൽ പോയി എവിടെയെങ്കിലും 1 മണി 2 മണിയൊക്കെ കഴിയുമ്പോഴല്ലേ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. അവിടെയൊക്കെ ഓരോ സ്ഥലത്ത് കിടക്കുന്നതൊക്കെ കാണുമ്പോൾ അവർക്ക് ചോദിച്ച് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ച് എന്നിട്ട് അവർക്ക് ആ ഭക്ഷണം കൊടുക്കുക. അവർ കഴിച്ച് തീരുന്നതോളം ഞങ്ങൾ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കും. അങ്ങനെ പോരും. പിന്നെ പത്രം എല്ലാ മാസം ഞാൻ 1-ാം തീയതി വന്ന് പത്രം മേടിച്ച് ഞാനും എൻ്റെ മക്കളും കൂടെ എല്ലാ വീടുകളിൽ കൊണ്ടേ കൊടുക്കും. എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കും. പിന്നെ ഭക്ഷണ സാധനങ്ങൾ മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും, എൻ്റെ അടുക്ക് ഒത്തിരി പൈസയൊന്നുമില്ല, എന്നാലും എന്നെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പുണ്യ അൾത്താരയിൽ എൻ്റെ മക്കളോടൊപ്പം കയറി നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് എൻ്റെ അനുഗ്രഹം തന്നതിനെ ഓർത്ത് അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഡാലി. ഞാൻ വെച്ചിച്ചിറയിൽ നിന്ന് വരുന്നു. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ഞാൻ 23/3/2022 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാൻ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കേട്ടതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പം ഞാൻ 23-ാം തീയതി ഞാനിവിടെ വന്നു ഉടമ്പടി എടുക്കാൻ. ഞങ്ങളിവിടെ വരുമ്പോൾ ആദ്യത്തെ ദിവസം ഇവിടെ കൊറോണ സമയമായിരുന്നു. അപ്പോൾ ഇവിടെ അടഞ്ഞു കിടക്കുമായിരുന്നു. അതിനുശേഷം രണ്ടാമത് ഞാൻ 23-ാം തീയതി വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം, അപ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ്സാണ് ഞങ്ങൾ ചെയ്യുന്നത്. ബിസിനസ്സിൽ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ കാരണം ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മ ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ച് ഒരു നല്ല കോൺട്രാക്റ്റുകൾ കിട്ടുവാനും നന്നായിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ മാതാവ് ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് വിടുതൽ നൽകിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു. അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, ഇതെൻ്റെ മകനാണ്. മോൻ ഡോൺ. അവൻ LLB ചെയ്തതിന് ശേഷം അവന് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സമയത്ത് അവൻ്റെ തലയിൽ ഒരു പ്രശ്നമുണ്ടായി. അവൻ്റെ വട്ടത്തിൽ മുടി കൊഴിയുന്ന ഒരു പ്രശ്നമുണ്ടായി. മരുന്നൊക്കെ ചെയ്ത് നോക്കി, പക്ഷേ അതിനൊരു മാറ്റം വന്നില്ല. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, അവൻ്റെ കരിയറിനെയും ജീവിതാന്തസ്സിനെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക. എനിക്ക് തീരുമാനങ്ങൾ എടുക്കാനോ പറയാനോ എനിക്കറിയില്ല. അമ്മ എല്ലാം ക്രമപ്പെടുത്തിക്കോളാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ മുടി കൊഴിച്ചിലിന് ഞങ്ങൾ ആദ്യമൊക്കെ മരുന്ന് കൊടുത്തു. പിന്നെ അവന് LLMന് പോകണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവനെ പോവുകയില്ല എന്നായിരുന്നു അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ മുടി കൊഴിയൊക്കെ ചെയ്ത് കണ്ടിരുന്നപ്പോൾ അവന് കോടതിയിൽ പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ LLMന് പോയിക്കോളാം എന്ന് പറഞ്ഞ് അവൻ ബാംഗ്ലൂർക്ക് LLMന് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മരുന്നൊന്നും കഴിക്കുന്നില്ല. ഇനി ഞാൻ മരുന്ന് കഴിക്കില്ല, എൻ്റെ ഈശോ എനിക്ക് എപ്പോൾ മുടി തരുന്നോ അപ്പോൾ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് അവന് മരുന്നൊന്നും കഴിക്കുകയില്ലായിരുന്നു. ഞങ്ങളെന്നും വീഡിയോ കോളിൽ ഞാൻ വൈകുന്നേരം പ്രാർത്ഥിക്കും. ഞാൻ തേൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, അത് അവൻ ഉപയോഗിക്കും. ഞാനിവിടെ വിശുദ്ധ തൈലം എൻ്റെ നെറ്റിയിലും തലയിലൊക്കെ തേച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ അവന് മുടി നന്നായിട്ട് വളരുകയും ഈ
ഇങ്ങനെയായി തീരുകയും ചെയ്തു. അതിന് അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ മോൻ്റെ കരിയറിനെ ജീവിതാന്തസ്സിനെ ഞാൻ സമർപ്പിച്ചിരുന്നു. കരിയർ എങ്ങനെ വേണം എന്നൊക്കെ നമുക്കറിയില്ല, പക്ഷേ അമ്മയ്ക്കറിയാമല്ലോ. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു, അമ്മ അവൻ LLM കഴിഞ്ഞ് വന്നതിന് ഉടനെ തന്നെ അവന് സ്വന്തമായിട്ട് പ്രാക്ടീസ് നടത്തുന്നതിനും ജീവിതാന്തസ് എങ്ങനെയായിരിക്കണമെന്ന്, എപ്പോൾ കല്യാണം നടക്കണം, എങ്ങനെ കല്യാണം നടത്തണം, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അമ്മ ക്രമപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഏതായാലും 1 വർഷത്തിനകം തന്നെ, ഞാൻ പ്രാർത്ഥിച്ച 1 വർഷത്തിനകം തന്നെ അവൻ്റെ കല്യാണം നടക്കുകയും അമ്മയുടെ പേരുള്ള ഒരു നല്ല മകളെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഇത് മോളെ ഡോണിക. അവൾ ബിടെക് കഴിഞ്ഞു, എറണാകുളത്ത് TCSൽ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ MS ചെയ്യണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡ്യുവൽ പ്രോഗ്രാം അമൽജ്യോതിയുടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ ഇവിടെ പഠിക്കുക, സെക്കൻഡ് ഇയർ US ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ ഇവിടെ കഴിഞ്ഞു, ഓൺലൈനായിട്ട് കഴിഞ്ഞു. സെക്കൻഡ് ഇയർ വിസ കിട്ടുന്നില്ല. ഈയിടെ നമുക്കറിയാമല്ലോ, ഓരോ പ്രശ്നങ്ങൾ കാരണം ഒരാൾക്കും ഇന്ത്യക്കാർക്ക് വിസയൊന്നും കൊടുക്കാത്ത ഒരവസ്ഥ. അവളുടെ മോളുടെ കൂട്ടത്തിൽ പഠിച്ച 6 പേരുണ്ടായിരുന്നു, 5 പേർക്കും 7 പേരുണ്ടായിരുന്നു, 5 പേർക്കും റിജക്ഷനായി, ഒരാൾക്ക് മാത്രമേ അവിടെ കിട്ടിയുള്ളൂ. അപ്പോൾ മോളിങ്ങനെ ഓഗസ്റ്റ് അവസാനം അവർക്ക് ക്ലാസ് തുടങ്ങും. ഓഗസ്റ്റ് ആയപ്പോഴത്തേനും ഇനി വിസ കിട്ടുന്നില്ല എന്നുള്ള ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് പോലും കിട്ടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഓഗസ്റ്റ് അവസാനത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, 44 ദിവസത്തിനകം നിങ്ങളുടെ കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചത്, അമ്മ എനിക്ക് മോള് പോണോ പോണ്ടയോ എന്നൊന്നുമല്ല, അമ്മ ഈ കാര്യത്തിന് ഇടപെടണം, അത് വേണോ വേണ്ടയോ എന്നുള്ളത് അമ്മ തീരുമാനിച്ച് ഞങ്ങൾക്കൊരു തീരുമാനം പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. സെപ്റ്റംബർ 8 മുമ്പ് ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു. സെപ്റ്റംബർ 2-ാം തീയതി തന്നെ അത്ഭുതകരമായിട്ട് അവൾക്ക് വിസ ഇൻ്റർവ്യൂ വന്നു. സെപ്റ്റംബർ അവസാനം ഇൻ്റർവ്യൂ ഡേറ്റ് ആയിരുന്നു. പോകുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി തൈലം തേച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഉപ്പ് എവിടെ കയ്യിൽ പിടിക്കുന്ന ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവളുടെ തലയിലെല്ലാം ഉപ്പ് വിതറി അവളെ പറഞ്ഞയച്ചു. കാശുരൂപം ഒക്കെ എടുത്ത് ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് അവളെ വിട്ടത്. എന്തായാലും ഒത്തിരി ആ കൂട്ടത്തിൽ വന്ന ഒത്തിരി പേര് കരഞ്ഞുകൊണ്ട് പുറത്ത് വന്നു. വിസ കിട്ടിയില്ല എന്ന് പറഞ്ഞ്, റിജക്ഷനാണെന്ന് പറഞ്ഞ് അവളുടെ ഫ്രണ്ട്സ് എല്ലാം പുറത്ത് വരുന്നത്, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആന്ധ്രയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന ഒരച്ഛൻ ഉൾപ്പെടെയുള്ള പലർക്കും റിജക്ഷനായ സമയത്ത് മോക്ക് വിസ കിട്ടുകയും അവൾക്ക് അടുത്ത ജനുവരി ഇൻടേക്കിൽ അവൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള അനുഗ്രഹം അമ്മ തരികയും ചെയ്തു. ജനുവരി 22-ാം തീയതി അവൾക്ക് ടിക്കറ്റും എടുത്തിരിക്കുകയാണ്. അനുഗ്രഹം നേടുത്തുന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ വീട്ടിലും കുടുംബത്തിലും ഒക്കെ ആയിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അവരാരും വരാത്തതുകൊണ്ട് എനിക്കതിവിടെ പറയാൻ സാധിക്കുകയില്ല. ഒത്തിരി രോഗശാന്തികളെ ഞാൻ ഒപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പല അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അമ്മ മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിനെല്ലാത്തിനും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഈ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് വന്ന ആത്മീയ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രാർത്ഥിക്കാനും കൊന്ത ചെല്ലാനൊക്കെ ഒരു കൊന്ത ചെല്ലും 2 കൊല്ലം അത്രയൊക്കെ ഉള്ളൂ. ഇതിപ്പോൾ രാവിലെ 5:15 തൊട്ട് 5 മണി തൊട്ട് എനിക്ക് എണീറ്റ് കൊന്ത ചെല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒത്തിരി അനുഗ്രഹം, ഒരു ദിവസം കുറേ കൊന്തകൾ ചെല്ലാനായിട്ടുള്ള ഒരു അനുഗ്രഹം അമ്മ മാതാവ് തന്നു. അതുപോലെ തന്നെ ബൈബിൾ വായിക്കാൻ, ആദ്യമൊക്കെ എനിക്ക് ഒരു പാരഗ്രാഫ് വായിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അരമണിക്കൂർ പോകുന്നത് അറിയില്ല. അതുപോലെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നതിനും പള്ളിയിൽ എല്ലാ ദിവസവും ഞാൻ കൊറോണ സമയത്ത് പോലും എനിക്ക് കുർബാന മുടങ്ങേണ്ടത് വന്നിട്ടില്ല. അതുപോലെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നത്, എല്ലാ ബുധനാഴ്ചയും ഞാനൊരു 10 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഞാനും മദറിലും തന്നെയാണ് വീട്ടിൽ താമസിക്കുന്നത്. എനിക്ക് പുറത്ത് കൊണ്ടുപോയി കൊടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒരു വീട്ടിൽ വന്ന് ചോറെടുത്തുകൊണ്ട് പോകുന്ന ഒരു സിസ്റ്റമുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് ഒത്തിരി ഒരു അനുഭവമായിട്ട് തോന്നുന്നു. എല്ലാ ബുധനാഴ്ചയും എനിക്ക് മാതാവിൻ്റെ പേരിൽ ഞാൻ അവർക്ക് ചോറ് കൊടുക്കുമ്പോൾ കൃപാസനത്തിൽ ഉപ്പ് അതിനകത്ത് വിതറിയിട്ടാണ് അമ്മയുടെ പേരിൽ, അമ്മയുടെ നാമത്തിൽ ഞാനിത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് ചോറും കറികളും എല്ലാം ഞാൻ കൊടുത്തു വിടാറുള്ളത്. പിന്നെ ഭർത്താവിനോട് ചേർന്ന് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളിലെല്ലാം എനിക്ക് സഹായിക്കാനായിട്ടും ഒക്കെയുള്ള അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നുണ്ട്. ഈ കൊടുക്കുന്നത് ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുന്നത്, കൊടുക്കുന്നത് ഒരു വലിയ സന്തോഷമായിട്ട് മാറിയ ഒരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുന്നത്. പിന്നെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ. പിന്നെ പ്രാർത്ഥിക്കാനായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാനായിട്ട് ഒത്തിരി പറ്റുന്നുണ്ട്. ആരോ എന്നോട് പറഞ്ഞു, അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും, മരിച്ചുപോയ അച്ഛന്മാരെ ആരും ഓർക്കാത്ത ആൾക്കാരാണ്, അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം, അവരെ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുന്ന നന്നായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എപ്പോഴും മരിച്ചുപോയ എൻ്റെ പരിചയത്തിലുള്ള അച്ഛന്മാർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും അവരെയൊക്കെ എല്ലാ ദിവസവും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്. ഇത് അമ്മ മാതാവ് ഉണ്ണീശോയും വഴി എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു.